പുലിപ്പല്ല് കൈവശം വെച്ചുവെന്നാരോപിച്ച് വനം വകുപ്പ് ഫയൽ ചെയ്ത കേസിൽ ആദ്യ ജാമ്യം കിട്ടിയതിന് പിന്നാലെ ആദ്യ പ്രതികരണവുമായി നമ്മുടെ റാപ്പർ വേടൻ എത്തിയിരുന്നു. പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട കേസിനെ കുറിച്ച് ഒന്നും പറയാൻ സാധിക്കില്ലെന്നും കാരണം അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണെന്നും വേടൻ മാധ്യമങ്ങളോടായി പറഞ്ഞു. പുകവലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്നത് ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് തനിക്ക് അറിയാമെന്നും മാത്രമല്ല തന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സഹോദരന്മാർ തന്നോട് ക്ഷമിക്കണമെന്നും വേടൻ അഭ്യർത്ഥിച്ചു. നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വേടൻ. കേസിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കില്ല. അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സഹോദരന്മാരോടാണ് ഒരു കാര്യം പറയാനുള്ളത്. പുക വലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്നത് ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നോട് ക്ഷമിക്കണം. നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ, പോയിട്ട് വരാം എന്നായിരുന്നു വേടൻ ജനങ്ങളോടായി പറഞ്ഞത്. പുലിപ്പല്ല് കൈവശം വെച്ചെന്നാരോപിച്ച് വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത വേടന് പെരുമ്പാവൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യാപേക്ഷ പരിഗണിക്കവേ വനം വകുപ്പിന്റെ വാദങ്ങൾ കോടതി തള്ളുകയായിരുന്നു. മൃഗവേട്ട നടന്നിട്ടുണ്ടെന്നും ജാമ്യം അനുവദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്നും വേടൻ രാജ്യം വിടുമെന്നും വനം വകുപ്പ് വാദിച്ചെങ്കിലും കോടതി അത് ചെവികൊള്ളാതെ ജാമ്യം അനുവദിച്ചു. ഏകദേശം 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് പുലിപ്പല്ല് കൈവശം വെച്ചെന്നാരോപിച്ച് വനം വകുപ്പ് വേടനെതിരെ എഴുതി ചേർത്തത്. വേടന്റെ മാനേജറെ ചോദ്യം ചെയ്യണമെന്ന് വനം വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. ഇയാളെ ചോദ്യം ചെയ്താൽ മാത്രമേ പുലിപ്പല്ലിന്റെ യഥാർത്ഥ ഉറവിടം ലഭിക്കുകയുള്ളൂ എന്നും മാല നൽകിയെന്ന് പറയുന്ന ആളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നും വനം വകുപ്പ് കോടതിയെ അറിയിച്ചു. പക്ഷേ എന്നാലും കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. കാരണം പുലിപ്പല്ലാണെന്ന് വേടനെ അറിയില്ലായിരുന്നുവെന്നും ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് പുലിപ്പല്ല് തിരിച്ചറിയാൻ സാധിക്കുക എന്നും വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു.